ജനുവരി 6-ാം തീയതി മാതൃഭൂമി ദിനപത്രം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വാർത്തയുടെ ശീർഷകം ഇതാണ്: കേണപേക്ഷിച്ചിട്ടും റെയിൽവേ പോലീസ് കനിഞ്ഞില്ല, കുഴഞ്ഞു വീണ യുവാവിന് ജീവൻ നഷ്ടമായി. ഈ വാർത്ത വളരെ പെട്ടെന്ന് നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ വാർത്ത ഫ്രെയിം ചെയ്തിട്ടുള്ളത്, അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിന് മുകളിൽ അവർ നൽകിയിരുന്ന ശീർഷകം തലേദിവസം രാത്രി മന്തി കഴിച്ചിരുന്നു എന്നാണ്. ഈ വാർത്ത വായിച്ചാൽ ഈ വാർത്തയിൽ നമുക്ക് ഈ ഭാഗങ്ങൾ കാണാം. സംഭവം ഇതാണ്: കഴിഞ്ഞ വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു യുവാവും അദ്ദേഹത്തിൻ്റെ കുടുംബവും പാലക്കാടുള്ള നെല്ലിയാമ്പതിയിലെ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് ഒരു യാത്ര തിരിച്ചു. അവർ അന്ന് രാത്രി പാലക്കാട്ടത്തെ ഒരു ഹോട്ടലിൽ നിന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചു. അത് കുഴിമന്തിയായിരുന്നു എന്ന് വാർത്തയിൽ എടുത്തു പറയുന്നുണ്ട്. ചില അസ്വാസ്ഥ്യങ്ങളുണ്ടായി, അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് കുറച്ച് ഭേദമായി. എങ്കിലും പിറ്റേ ദിവസം അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് വിട്ടു. വീണ്ടും അവർ വിശ്രമിച്ചു. ഞായറാഴ്ച വന്ദേ ഭാരതിൽ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൊർണൂരിൽ നിന്ന് വന്ദേ ഭാരതിൽ കയറി തൃശ്ശൂർ എത്തുമ്പോഴേക്കും വീണ്ടും അസ്വാസ്ഥ്യമുണ്ടായി. അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ അദ്ദേഹം മരിക്കുകയും ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ആംബുലൻസ് കിട്ടാൻ ചില ബുദ്ധിമുട്ടുകളുണ്ടായി. ഈ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഈ വാർത്തയിൽ പറയുന്നുണ്ട്. ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇദ്ദേഹം കഴിച്ചത് മന്തിയാണെന്നുള്ളതാണ്. സാധാരണഗതിയിൽ മനുഷ്യർ പല കാരണങ്ങളാലാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടാകാറുണ്ട്. ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്ന സമയത്ത് ഏത് ഭക്ഷണമാണ് കഴിച്ചത് എന്ന് സാധാരണ പറയുക പതിവില്ല. സാമ്പാർ കഴിക്കാം, ദോശ കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, അങ്ങനെ പലതും കഴിക്കാം. പക്ഷേ മന്തി കഴിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഷവർമ കഴിക്കുമ്പോൾ മാത്രം മാധ്യമങ്ങൾ പറയുന്നൊരു കാര്യമാണ് അദ്ദേഹം മന്തി കഴിച്ചിരിക്കുന്നു എന്ന്. അതുതന്നെയാണ് ഈ വാർത്തയിൽ 6-ാം തീയതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ വാർത്തയിൽ നമുക്ക് കാണാൻ പറ്റുക. ഈ മന്തിയോടുള്ള ഈ പ്രശ്നം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഷവർമയോടുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണ്? ഇത് ആദ്യമായിട്ടുണ്ടാവുന്നതല്ല. ഇതുപോലെ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ഒരു പെൺകുട്ടി 2024 അവർ വിമാനത്താവളത്തിലേക്ക് എത്തുന്നതിനേക്കാൾ മുന്നേ കുഴഞ്ഞു വീണു. അവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മരിക്കുകയും ചെയ്തു. അപ്പോൾ കണ്ടെത്തിയ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ തലേ ദിവസം അവർ അരളി എന്ന് പറയും, നമുക്കറിയാം, അതൊരു വിഷമുള്ള ഒരു പൂവാണ്. അവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച പ്രസാദത്തിൽ അരളിപ്പൂവിൻ്റെ ഒരു കഷ്ണമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അവരത് കഴിക്കുകയും അവർ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വാർത്ത വന്നതിന് ശേഷം കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ, അതായത് കൊച്ചി ദേവസ്വം ബോർഡും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും അരളിപ്പൂവ് പ്രസാദത്തിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു. അത് ഒരു സർക്കുലറായി പുറത്തു വരികയും ചെയ്തു. അതിനുശേഷം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹിന്ദുത്വ ചാനൽ ഇതിനെക്കുറിച്ചുള്ളൊരു ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചു. ഈ ഇൻ്റർവ്യൂവിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പഴയൊരു VC, ഡോക്ടർ KS രാധാകൃഷ്ണൻ എല്ലാവർക്കും അറിയാം. നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു, ഇപ്പോൾ അദ്ദേഹം BJP-യിലാണ്. BJP-യുടെ ശക്തനായ വക്താവാണ്. അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു സംഘം ഈ പ്രശ്നം ചർച്ച ചെയ്തത് ഇങ്ങനെയാണ്: അരളിപ്പൂ സർക്കാർ നിരോധിച്ചിരിക്കുന്നു. കേരളത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഷവർമ കഴിച്ച ആളുകൾ ധാരാളം മരിക്കുന്നുണ്ട്. ഇതുവരെയും ഷവർമ നിരോധിക്കാനായിട്ട് കേരള സർക്കാർ തയ്യാറായിട്ടില്ല. അതിന് അദ്ദേഹം കാരണം കണ്ടെത്തി. അങ്ങനെ ഷവർമ കഴിച്ച് ആളുകൾ മരിക്കുന്നതിന് എതിരെ സർക്കാർ പോവുകയാണെങ്കിൽ അത് പിണറായി വിജയന് ഇഷ്ടപ്പെടില്ല എന്നാണ് ഈ പറയുന്ന KS രാധാകൃഷ്ണൻ പറയുന്നത്. കാരണം പിണറായി വിജയൻ്റെ മരുമകൻ റിയാസ് ഒരു മുസ്ലിമാണ്. അപ്പോൾ മുസ്ലിമായിട്ടുള്ള റിയാസിനെ കുഴിമന്തി നിരോധിക്കുകയോ ഷവർമ നിരോധിക്കുകയോ പിടിക്കില്ല. അപ്പോൾ ഈ പറയുന്ന പിണറായി വിജയനെയും റിയാസിനെയും സേവ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ അരളി നിരോധിച്ചത് എന്നാണ് KS രാധാകൃഷ്ണൻ പറഞ്ഞത്. ഇത് അരളിയുടെ ഒരു പഴയ കഥയാണ്. അതിന് മുന്നേ മറ്റൊരു പഴയ കഥ ഉണ്ടായിരുന്നത് 2022-ലാണ്. അന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടനായിട്ടുള്ള, കേരളത്തിലെ അറിയപ്പെടുന്ന നടനായിട്ടുള്ള VK ശ്രീരാമൻ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് ഇതായിരുന്നു: മലയാള ഭാഷയെ മാലിന്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കുഴിമന്തി എന്ന വാക്ക് നിരോധിക്കണം. ഒരു ദിവസത്തേക്ക് കേരളത്തിൻ്റെ ഏകാധിപതിയായി നിയമിക്കപ്പെട്ടാൽ ഞാൻ ആദ്യം ചെയ്യുക കുഴിമന്തി എന്ന വാക്ക് എഴുതുന്നതും പറയുന്നതും പ്രദർശിപ്പിക്കുന്നതും നിരോധിക്കുമെന്നാണ്. ഇതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത്. അതിനുശേഷം എഴുതി: പറയരുത്, അതായത് കുഴിമന്തിയാണ്, പറയരുത്, കേൾക്കരുത്, കാണരുത് കുഴിമന്തി. അദ്ദേഹം ഒരു കവിയാണല്ലോ. അദ്ദേഹം ഒരു കവിയും കഥാകൃത്തും ഒരു കലാകാരനുമാണ്. ഇതായിരുന്നു VK ശ്രീരാമൻ്റെ പോസ്റ്റ്. അദ്ദേഹത്തോട് കുഴപ്പമായി തോന്നിയത് കുഴിമന്തിയിലെ കുഴിയാണ്. ഇത് കണ്ടപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തുള്ള ഒരുപാട് സാംസ്കാരിക നായകന്മാർക്കും എഴുത്തുകാർക്കും വളരെ സന്തോഷമായി, അവർക്ക് വളരെ ആവേശമായി. സുനിൽ P. ഇളയൻ എന്ന് പറയുന്ന മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ, മലയാളത്തിലെ പ്രഭാഷകൻ, അധ്യാപകൻ, അദ്ദേഹം അതിന് ലൈക്ക് അടിച്ചു. കൂട്ടത്തിൽ
ലൈക്ക് അടിച്ച സമയത്ത്, പിന്നീട് വിവാദമായ സമയത്ത് അദ്ദേഹം എഴുതി താൻ വെറുതെ അത് ലൈക്ക് അടിച്ചതാണെന്നും ആ സമയത്ത് അതൊരു തമാശയായിട്ട് എടുത്തുള്ളൂവെന്നും, എങ്കിലും ഈ നേരത്തെ പറഞ്ഞ മാലിന്യം, മലയാള ഭാഷയുടെ മാലിന്യം, നിരോധനം തുടങ്ങിയ വാക്കുകളോടൊന്നും തനിക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം താനടിച്ച ലൈക്കിനെ തള്ളിപ്പറഞ്ഞു. അതിനുശേഷം മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരൂപകയായിട്ടുള്ള ശാരദക്കുട്ടി ഇതുപോലെ തന്നെ ഒരു കമൻ്റ് ഇട്ടു. ഈ കമൻറ്റിൽ അവർ എഴുതിയതാണ്: കുഴിമന്തി എന്ന് കേൾക്കുമ്പോൾ പെരിച്ചാഴി പോലെ ഒരു കട്ടിത്തൊലിയുള്ള തൊരപ്പൻ ജീവിയെ ഓർമ്മ വരും. ഞാൻ കഴിക്കില്ല, മക്കൾ പക്ഷേ മികച്ച കുഴിമന്തിക്കാരായി കോഴിക്കോടൻ ഹോട്ടലുകളിൽ മാറി മാറി പരീക്ഷിക്കും. എനിക്ക് പേരും കൂടി ഇമ്പ്രസീവ് ആയാലേ കഴിക്കാൻ പറ്റൂ. ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സാധാരണ ഈ പേര് കേട്ടാൽ അവർക്ക് കുഴിമന്തി എന്ന ഈ പേര് കേട്ടാൽ ഒരു അറപ്പ് അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ പറയാതെ പോയൊരു കാര്യം, ഈ കുഴിമന്തി കഴിക്കാത്ത അവർ കുഴിയപ്പം തിന്നുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. ഒരുപക്ഷെ കുഴിമന്തിയിലെ കുഴിയും ഈ പറയുന്ന കുഴിയപ്പത്തിലെ കുഴിയും അവർ പ്രയാസപ്പെടുത്തുന്നുണ്ടാവാം. ഓക്കെ. അതിനുശേഷം വിവാദമായ സമയത്ത് അവർ ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞു: ആളുകൾ തന്നെ ഫാഷിസ്റ്റ് ആക്കുകയാണ്. ഏത് മനുഷ്യനും ഒരു ഭക്ഷണം ഉണ്ടെന്ന് കഴിക്കാനും കഴിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. കഴിക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്, അതിനെതിരെ പറയാൻ അവകാശമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായൊരു പ്രശ്നമായി അവരതിനെ മനസ്സിലാക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇതൊരു നിഷ്കളങ്കമായ പ്രശ്നമാണോ? ഇത് കേരളത്തിൽ ഈ കുഴിമന്തി മാത്രമല്ല, ഇതിനു മുന്നേ വളരെ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ, അതായത് 1940കളിൽ കാണിപ്പയ്യൂർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പുട്ടിനെ കുറിച്ച് പറയും. നമ്പൂതിരിമാർ സാധാരണ പുട്ട് കഴിക്കാറില്ല. അതിന് കാരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്പൂതിരിമാർ ഈ പ്രദേശങ്ങളിലൊക്കെ പുട്ടിൻ്റെ പേര് കമ്പൻതൂറി എന്നാണ്, മറ്റൊരു പേര് കണ്ടിയപ്പം എന്നാണ്. രണ്ടും അത്ര നല്ല വാക്കുകളല്ല. ഈ രണ്ട് മോശപ്പെട്ട വാക്കുകളായതുകൊണ്ട് പുട്ടവർ കഴിക്കാറില്ല എന്നാണ്, നമ്പൂതിരിമാർ കഴിക്കാറില്ലെന്നാണ് കാണിപ്പയ്യൂർ എഴുതിയത്. അപ്പോൾ ഈ പേരുകളിലെ പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭക്ഷണത്തിൽ ഒരു വംശീയത പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭക്ഷണത്തിൽ ജാതീയമായൊരു വംശീയത പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു വംശീയതയും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ കാണിപ്പയ്യൂരിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത് പുട്ട് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ പ്രധാനമായും ഇവിടുത്തെ കീഴാള കഴിച്ചിരുന്ന ഭക്ഷണമാണ്. ഈ പുട്ട് എന്ന് പറയുന്നത് പോലും മലയാളി ഭക്ഷണമല്ല. പുട്ടെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വരുന്നത് പോർച്ചുഗീസുകാരിൽ നിന്നാണ്. ഇവിടെ പൊറോട്ട, നാം വളരെയേറെ ഇഷ്ടത്തോടുകൂടി കഴിക്കുന്ന പൊറോട്ട, അത് വരുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ്. അതുപോലെ ഏത് ഭക്ഷണം നോക്കിയാലും മരച്ചീനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, അത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള മിക്കവാറും എല്ലാ ഭക്ഷണവും ഇതുപോലെ പുറത്തുനിന്ന് വന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ പുറത്തുനിന്ന് വന്ന ഈ ഭക്ഷണങ്ങളെ ചില ഭക്ഷണങ്ങൾ ചില ആളുകൾ കഴിക്കുകയും ചില ഭക്ഷണങ്ങൾ ചില ആളുകൾ കഴിക്കാതിരിക്കുകയും ചെയ്യാറുണ്ട്. നമ്പൂരിമാർ സാധാരണ കഴിക്കുന്ന, അല്ലെങ്കിൽ സവർണരായ ആളുകൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നാണ് ദോശയും ഇഡ്ഡലിയും പോലെയുള്ള ഭക്ഷണങ്ങൾ. ഈ ഭക്ഷണങ്ങൾ കീഴാളരായ ആളുകൾക്കിടയിൽ പൊതുവെ പ്രചാരത്തിലില്ല. ഈ പുതിയ കാലഘട്ടങ്ങളിലാണ് കീഴാളരായിട്ടുള്ള ആളുകൾ ദോശയിലേക്കും ഇഡ്ഡലിയിലേക്കും ഒക്കെ കടന്നു വരുന്നത്. അതിന് പല കാരണങ്ങളാണ്. കാരണം ഒരാൾക്ക് ദോശ കഴിക്കണമെങ്കിൽ തലേ ദിവസം അരി വെള്ളത്തിലിടണം. തലേ ദിവസം അരി വെള്ളത്തിലിടണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തലേ ദിവസം അരി ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള തരംതിരിവുകളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിവെക്കുക. ഇവിടെ നമ്മുടെ പ്രശ്നം, എന്തുകൊണ്ടാണ് കുഴിമന്തി പോലെയുള്ള ഭക്ഷണങ്ങളോട് അല്ലെങ്കിൽ ഷവർമ പോലെയുള്ള ഭക്ഷണങ്ങളോട് ഇവർ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ രാധാകൃഷ്ണന്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് കുഴിമന്തി പോലെയുള്ള ഭക്ഷണങ്ങൾ അറേബ്യയിൽ നിന്ന് വന്നതാണെന്നാണ്. അപ്പൊ അറേബ്യയിൽ നിന്ന് വന്ന അറബി ഭക്ഷണങ്ങൾ മലയാളികളുടെ തീന്മേശകളെ ആക്രമിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതിൽ ഒരു ജിഹാദി ഗൂഢാലോചന കൂടി ഉണ്ടെന്ന് അവർക്ക് സംശയമുണ്ട്. കേരളത്തിൽ പല പ്രദേശങ്ങളിൽ നിന്ന് ഭക്ഷണം വന്നിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു കുഴപ്പം അറേബ്യയിൽ നിന്ന് വന്ന ഭക്ഷണത്തിനുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ പുതിയ കാലത്ത് നമുക്കറിയാം, പർദ്ദ പോലെയുള്ള വസ്ത്രങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്ഷേപവും അതാണ്. അത് ഒരു അറബി വസ്ത്രമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ചുരിദാർ ഉണ്ടാകുന്ന സമയത്ത് അതിനെ വിളിച്ചിരുന്നത് ഒരു അറേബ്യൻ വസ്ത്രമായിട്ടാണ്, പാകിസ്ഥാനി വസ്ത്രമായിട്ടാണ്. അപ്പോൾ ചുരിദാർ പാകിസ്ഥാനി വസ്ത്രമാണെന്ന് പറയുന്ന ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു ഭക്ഷണവും ഏതൊരു വസ്ത്രവും ഏത് രാജ്യത്തു നിന്നും വരാം, ഏത് രാജ്യത്ത് നിന്ന് വൻകരയിൽ നിന്നും വരാം, അതുപോലെ നമുക്ക് ഉപയോഗിക്കാം. അതിനെതിരെ ഒരു വംശീയമായ ആക്രമണം ശരിയല്ല. ഇവിടെ മാതൃഭൂമി പോലെയുള്ള ഒരു മുത്തശ്ശി പത്രം, മാതൃഭൂമി പോലെയുള്ള ദേശീയ ദിനപത്രം ചെയ്തിരിക്കുന്നത് മന്തി കഴിച്ചിട്ടാണ് ഇയാൾ മരിച്ചിരിക്കുന്നതെന്നാണ്. ഒരാൾ ഭക്ഷ്യവിഷബാധയ്ക്ക്
മന്തി മാത്രമല്ല ഏതൊക്കെ ഭക്ഷണങ്ങൾ കാരണമാവും. പക്ഷെ ഇവിടെ മന്തിയെ മാത്രം ഉന്നം വെക്കുന്നത്, ഷവർമയെ മാത്രം ഉന്നം വെക്കുന്നത് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു പ്രവണതയുടെ ഭാഗമാണ്. നേരത്തെ ശാരദ കുട്ടിക്ക് മനസ്സിലാകാതെ പോയത് ഇതിൻ്റെ ഉള്ളിൽ ഒരു വംശീയതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നാം നിഷ്കളങ്കമായല്ല പരിശോധിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളോട് വളരെ സെൻസിറ്റീവായ രീതിയിൽ നമ്മുടെ ഭാഷ നാം പ്രയോഗിക്കാൻ പഠിക്കണം. ഭാഷയിലുണ്ടാകുന്ന തെറ്റുകൾ തിരുത്താൻ പഠിക്കണം. അതിനെ വളരെ നിഷ്കളങ്കമായ ഒരു കാര്യമായി മാത്രം കാണുന്നത് ശരിയല്ലെന്നാണ് പറഞ്ഞത്.